സായിപ്പ് എവിടെയാ? ഞാൻ ദിവ്യമോളെ തിരക്കി വന്നതാ. സായിപ്പ് എവിടെയാന്ന്? ഞാൻ ദിവ്യമോളെ തിരക്കി വന്നതാ. ദിവ്യമോളോ? നേരെ ഉച്ചയില്ല, അപ്പോഴേക്കും ഇത് ഒരുത്തം വന്നിനി പെണ്ണിനെ നോക്കി. ഇവിടെ ബിസ്കിയും ബ്രാൻഡിയും മായിൽ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെങ്കിൽ തൊട്ട് നാമല് വെക്കാൻ ഒരു പെണ്ണും കിട്ടില്ല. അതിന് വേറെ സ്ഥലം നോക്കിയാൽ മതി. ഇതാരെ കാണുന്നില്ലല്ലോ. ഇന്നും പണിമുടക്ക് ആയിട്ടൊക്കെ മോദി. ഇതെന്താ ഓട്ടോക്കാർ ഇന്ന് പണിമുടക്കാ? പണിമുടക്കാ? അതിനിടെ ആർക്കാ നേരം? എല്ലാരും ഓട്ടത്തിലാ. പ്രഞ്ചമാവൻ ദിവ്യമോളെ തിരക്കി ഇറങ്ങിയതാ. ഓളെടെ പോയി? അതാപ്പ കാര്യം. ഓളേടേം പോയില്ലപ്പ. ആ പമ്പിന്റെ മൂലക ഉണ്ടാവും. നല്ല ഉറക്കായിരിക്കും. ഓ സജീവാ, എടാ സജീവാ, എടാ എണീക്ക്. നിന്റെ ഒടുക്കത്തെ ഉറക്കം സ്ഥലം ഒരുത്തകെട്ടവൻ. ഞാനിപ്പോ ഓട്ടം പോകുന്നില്ല, സ്റ്റാൻഡിലേക്കല്ലേ. എടാ ഇത് ഞാനാ, എന്റെ അമ്മാവൻ ഫ്രഞ്ച് വാസു. അമ്മാവനോ? എന്ത് പറ്റി? മറുത്ത് നാശം. നീ ഇന്ന് പെണ്ണ് കാണാൻ ചെല്ലാതെ പറഞ്ഞതല്ലേ ആ കുമാരപൈശ്വരന്റെ വീട്ടിൽ ചൊക്കളിയില്? ഞാൻ രാവിലെ മുതലേ അവിടെ കാത്തിരുന്നു. മറന്നോ? വണ്ടി ഇടറാ. എടയ്ക്ക് നരകത്തിലേക്ക്. നിന്റെ അമ്മയോട് എനിക്ക് രണ്ട് വാക്ക് പറയാറുണ്ട്. കേറ്. ചാടണ്ട, നിർത്താം. എടേ ജാനു, എടേ ജാനു, ഇന്റെ മോനെന്ത് പണിയായി കാണിക്കണത്? ആ പെണ്ണിന്റെ വീട്ടുകാരോട് അവധി പറഞ്ഞ് ഞാൻ തോറ്റു. ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞിട്ട് മാസം 2 ആയി. ഓനെ കാത്തുകാരെ വീട്ടിൽ നിൽക്കുകയായിരുന്നു ഇതുവരെ. എന്നിട്ട് ഓൻ വന്നില്ല. ഇനി എന്നെ ഈ പണിക്ക് കിട്ടില്ല. നിങ്ങളായത് ഇവിടെ പാടായി. ഓനെന്നും വന്നില്ലേ? ഈ മൂത്ത് നിറച്ച നേടുന്ന ഒരു പെണ്ണ് കിട്ടുക. ഇപ്പൊ കിളി പോലത്തെ ഒരു പെണ്ണ ഒത്തു വന്നിരിക്കുന്നത്. അപ്പൊ കണ്ടോ ഓൻ ഊരിപ്പോവുക. ഈശ്വരൻ വിചാരിച്ചാലും ഓൻ നന്നാവില്ല. നീ എവിടെയാ പോകുന്നത്? ആടാ നിക്ക്. ഏട്ടാ, നിങ്ങളല്ലാതെ ആരാ അവനുള്ളത്? നാളെ തന്നെ ഈനെയും കൂട്ടി വൈശയുടെ വീട്ടിൽ പോയി പെണ്ണിനെ കാണണം. ഓട്ടോ പുതിയതാ? ഇപ്പൊ വാങ്ങിയത്. അല്ലാണ്ട് വാടകയ്ക്ക് ഓട്ടോ ഇട്ടു. എനിക്കിഷ്ടല്ല. മാസടവുണ്ടേനോ? എന്തടവ്? റെഡി ക്യാഷാ. നിങ്ങൾ എത്ര വരെ പഠിച്ചിന്? പ്രീ ഡിഗ്രി തോറ്റു. രാധികയോ? BA പാസ്സായിട്ടുണ്ട്. BEഡിന് ചേർന്ന് സ്കൂൾ ടീച്ചർ ആവണമെന്നായിരുന്നു ഓളുടെ മോഹം. അത് നടന്നില്ല. അഡ്മിഷന് വലിയ തുകയാണ് ഓര് ചോദിച്ചത്. പിന്നെ ചെലവ് വേറെയും. നിങ്ങളുടെ മൂക്ക് പണിവല്ലോണ്ടോ? ഇക്കാലത്ത് പണിയില്ലാത്ത പെൺകുട്ടികളെ കാണാനില്ല. നമ്മുടെ നാടിപ്പോ ഫ്രാൻസ് പോലായി. ഫ്രാൻസിലെ കിളത്തികൾ പോലും മംഗലം കഴിക്കും. അടുത്ത പെണ്ണുങ്ങളെ 2-3 മംഗലം കഴിക്കും. ഓളെങ്ങനെയാ? ഇങ്ങളോളും ഫ്രാൻസിലായിരുന്നോ? പിന്നല്ലാതെ 35 years. മോക്ക് തലശ്ശേരിയിലെ തുണിപ്പിടിയിൽ പണിയുണ്ടായിരുന്നു. പിന്നെ ഓളത് വേണ്ടാന്ന് വെച്ചു. പിന്നെന്താ വേണ്ടെന്ന് വെച്ച്? പീടിയിലെ മുതലാളിക്കൊരു പോതി. കണക്ക് നോക്കാൻ വേണ്ടി ഒരു ദിവസം വീട്ടിലേക്ക് വിളിപ്പിച്ചു. അന്ന് അയാൾ എന്റെ ചെരുപ്പിന്റെ ചൂടറിഞ്ഞു. മിടുക്കി. ഈ പാതിരാത്രി കിടന്ന മണിയടിക്കുന്നത്? അത് മയ്യഴിപ്പള്ളീൻ്റെ ക്ലോക്കാ. പണ്ട് ഫ്രഞ്ചുകാർ കൊണ്ട് വെച്ചാ. അതിൻ്റെ വെച്ചാ മാഹി മുഴുവനും കേൾക്കും. കുറച്ചു കാലം നമ്മൾ രണ്ടാളും മാത്രം മതി. നിങ്ങൾ മറ്റേത് കരുതിനാ? എന്ത്? നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലായില്ല. കോണ്ടം. ഒരു ചെയ്യൂല. നിങ്ങൾ കരുതിയിട്ടുണ്ടോ?
എന്നാ പിന്നെ ഉറങ്ങിക്കും. സജീവൻ ഇനി എണീറ്റില്ലേ മോളെ? ഇന്നലെ രാത്രി മുഴുവൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഓ, ഓനെങ്ങനെയാ കിടക്ക കണ്ട അപ്പം ഉറങ്ങും. ഓനെപ്പോഴും അങ്ങനെയാ. ചിലപ്പോൾ നട്ടുച്ചയാവും എഴുന്നേക്കാൻ. പിന്നെ ഇപ്പോഴാ ഓട്ടത്തിന് പോകാം. ഓ, ഓന് തോന്നുമ്പോൾ പോവും. ഇനി വേണം ഓനെ നേരെയാക്കാൻ. കേട്ടോ മോളെ? അമ്മേ ചായ. പേപ്പർ വന്നിട്ട് സജീവ, ഈടെ ഏത് പേപ്പറാണ് മണിക്കുന്നത്? അച്ഛൻ മരിച്ചതിന് ശേഷം ഈടെ പേപ്പർ വരുത്താറില്ല. എത്ര കാലമായി അച്ഛൻ മരിച്ചിട്ട്? അതൊരു 10-12 വർഷമായി കാണും. അപ്പോൾ 10-12 വർഷമായിട്ട് നിങ്ങളാരും പേപ്പർ വായിക്കാറില്ല? മാസം 10-250 ഉറുപ്പ്യ എന്തിനാ വെറുതെ കളയുന്നു? ആടെ ഓട്ടോ സ്റ്റാൻഡിൽ ദേശാഭിമാനി വരുത്തുന്നുണ്ട്. അപ്പോൾ പേപ്പർ വായിക്കാൻ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വരണം. നാളെ മുതൽ ഇവിടെ മാതൃഭൂമി ഇടാൻ പറ. ഇതിലത്തെ എല്ലാം വേണോ? അതല്ല കോണ്ടം. ഡോട്ടയുടെ പ്ലെയിനോ? ഏതാ നല്ലത്? ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. എന്റെ മൂപ്പർക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടെന്താ, കുട്ടികൾ തുടരെ 4 ഡോട്ടഡ് മതി. ഇതാണ് ന്യൂജൻ പെണ്ണ്.